നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരുപാട് ഇന്റർവ്യൂകളിൽ മലയാള നടിമാരോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, മോഹൻലാലാണോ മമ്മൂട്ടിയാണോ മികച്ച നടൻ, അല്ലെങ്കിൽ ഇവരിൽ ആരെ കൂടെ അഭിനയിക്കാനാണ് കൂടുതൽ ഇഷ്ടമെന്ന്. പൊതുവെ ആരും തന്നെ ഒരാളുടെ പേരെടുത്ത് പറയാറില്ല. ഒരുപക്ഷെ രണ്ടുപേരും ഒരേപോലെ തുല്യരായിട്ടുള്ള പ്രതിഭകൾ ആയതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഒരുപക്ഷെ പേഴ്സണൽ ഫേവറേറ്റ് ഉണ്ടെങ്കിലും ഫാൻസ് ഫൈറ്റോ സൈബർ അറ്റാക്കോ ഒക്കെ വിചാരിച്ചിട്ടൊക്കെ ആയിരിക്കാം. എന്നാലും നമ്മുടെ ദ ഗ്രീൻ റൂം എന്ന് പറയുന്ന രഞ്ജിനി ഹരിദാസിന്റെ ഒരു ഇന്റർവ്യൂവിൽ നമ്മുടെ മലയാളത്തിന്റെ എക്കാലത്തെയും മികച്ച നടിമാരിൽ ഒരാളായ ഉർവശി ചേച്ചിയോട് ഇതേ ചോദ്യം ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഉർവശി ചേച്ചി പറഞ്ഞ മറുപടിയാണ് വളരെ എന്താ പറയേണ്ടത്, ഈ ഫാൻസ് ഒക്കെ കേൾക്കേണ്ട മറുപടി എന്നൊക്കെ പറയില്ലേ, അത് തന്നെയാണ്. നമുക്ക് ആദ്യം ആ മറുപടി എന്ത് എന്ന് കേൾക്കാം. മോഹൻലാൽ ഓർ മമ്മൂട്ടി അഭിനയിക്കാൻ കൂടെ മോഹൂട്ടി കുഴപ്പിക്കുന്ന ചോദ്യം. അല്ലാതെ ഞാൻ കണ്ടപ്പോ ഞാൻ തന്നെ ഏറ്റവും കൂടുതൽ ഞങ്ങൾ എല്ലാവരും ചോദിക്കുന്ന എനിക്ക് ആരും പറയില്ല ചേച്ചി. അല്ല, എന്താ അറിയോ, എന്താ റെയിൽ പാളം എന്ന് പറയുന്നതിന് ആ രണ്ട് സംഗതി ഇല്ലെങ്കിൽ പറ്റൂ. പിന്നെ റെയിൽസ് എങ്ങനെ ഉണ്ടാക്കുന്നത്? അങ്ങനെയാണ് അവര്. ഒരു തൂണുകൊണ്ട് മാത്രം ഒന്നും നിൽക്കില്ല, രണ്ട് തൂൺ മിനിമം വേണം. മൂന്നും ആവാം, ബട്ട് അറ്റ്ലീസ്റ്റ് മിനിമം അല്ലേ? അപ്പോ അതാണ് വ്യത്യാസം. പക്ഷെ കമ്പാരിറ്റീവ്ലി ലാംഗ്വേജസ് വൈസ് സ്ലാങ് യൂസ് ചെയ്യുന്നതും വേഷച്ചേർച്ചയും മമ്മൂക്കയാണ്. അത് ഒരു സത്യസന്ധമായ കാര്യമാണ്. ഒരേ സമയത്ത് ഭിക്ഷക്കാരനായിട്ടും ഒരു ഭയങ്കര ഒരു രാജാവായിട്ടും ജഗദീഷ് ശ്രീകുമാറിനെ പറ്റും, മമ്മൂട്ടിക്കും പറ്റും, ബട്ട് നോട്ട് മോഹൻലാൽ. അദ്ദേഹത്തിൻ്റെ ശാരീരികമായ അപ്പിയറൻസ് സാന്നിധ്യത്തിന് കുറച്ച് പണി ഉണ്ട്. കാരണം മോഹൻലാൽ വഴിയിൽ നിന്ന് വല്ലതും തരണേ അമ്മ എന്ന് പറഞ്ഞാൽ നല്ല കൊഴുത്ത് അടിച്ചു പിടിക്കുന്ന വന്നി എനിക്ക് ചോദിക്കുന്നത് പോയി പണിയെടുക്കണോ എന്ന് പറയും. വേറതല്ലേ, ആരും വിശ്വസിക്കില്ല, എല്ലാം തിന്നിട്ട് വന്നിരിക്കാന്നോ. അപ്പൊ സഹതാപൊന്നും ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. ചബ്ബിയായിട്ടുള്ള അങ്ങനെയൊക്കെ കോമഡിയൊക്കെ അതൊക്കെ കൊള്ളാം. ബട്ട് അതർവൈസ് ഭയങ്കര ആക്ടറാണ് പുള്ളി. ബട്ട് എന്താ അറിയോ, അതുപോലെ മമ്മൂട്ടി ഏത് സ്ലാങ് യൂസ് ചെയ്താലും അനായാസമാകും. അങ്ങേറ്റം ട്രിവാൻഡ്രം മുതൽ കാസർഗോഡ് വരെ വളരെ സരളമാകും. അതെല്ലാവർക്കും പറ്റില്ല. അതൊരു പ്ലസ് ആയിട്ട് തന്നെ നിൽക്കും മമ്മൂക്കയ്ക്ക്. അതൊരു സംഭവം. എത്ര കറക്റ്റ് ആയിട്ടാണ് ഇവിടെ ഉർവശി അതിന് മറുപടി പറയുന്നത്. മോഹൻലാലും മമ്മൂട്ടിയും തുല്യരായിട്ടുള്ള പ്രതിഭകൾ തന്നെയാണ് നമ്മുടെ മലയാള സിനിമയ്ക്ക്. പക്ഷെ അവരുടെ അഭിനയം രണ്ട് വ്യക്തികളായതുകൊണ്ട് തന്നെ രണ്ട് രീതിയിലാണ്. മോഹൻലാലിൻ്റെ കഥാപാത്രങ്ങൾ മോഹൻലാലിനും മമ്മൂക്കയുടെ കഥാപാത്രങ്ങൾ മമ്മൂക്കയ്ക്ക് മാത്രമേ ചെയ്യാൻ കഴിയൂ എന്ന് നമ്മൾ പല സിനിമ കാണുമ്പോഴും നമുക്ക് തോന്നിയിട്ടുണ്ട്. മോഹൻലാലിനെ പോലെ ഡാൻസ് ചെയ്യാനോ അല്ലെങ്കിൽ കോമഡി അവതരിപ്പിക്കാനോ മമ്മൂക്കയ്ക്ക് പറ്റില്ല. അതേപോലെ ഇവിടെ ഉർവശി പറഞ്ഞ കണക്ക് തന്നെ ഈ സ്ലാങ്ങും പിന്നെ ഈ വേഷപ്പകർച്ച അത് മോഹൻലാലിനെ കൊണ്ടും പറ്റില്ല. അവരുടെ രീതികൾ വ്യത്യസ്തമാണ്. എങ്കിലും മലയാളത്തിൻ്റെ എക്കാലത്തെയും മികച്ച തുല്യ പ്രതിഭകൾ തന്നെയാണ് മമ്മൂക്കയും മോഹൻലാലും എന്ന് നമുക്ക് ഒരു സംശയം കൂടാതെ പറയാം.